ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ്. ഈ കൺസൾട്ടൻസിയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ കൺസൾട്ടൻസിയുടെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് പ്രിൻസിപ്പൽ കൺസൾട്ടന്റ് ആയ രേണുവാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. രേണുവിനെ കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ജാടയുള്ള ഒരു ലേഡി എന്നുള്ളതായിരിക്കും. പക്ഷെ രേണുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ പറയാൻ രേണു ഭയങ്കര ചിൽ വൈബ്സ് ആണെന്ന്. പക്ഷെ കടന്നു വന്ന വഴികൾ എന്ന് പറയുന്നത് അത്ര ചില്ലൊന്നുമല്ല. കുറച്ച് വേദനകളുള്ള, ഓർക്കാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബാല്യകാലമൊക്കെ ഉള്ള ഒരാളാണ്. എന്തായിരുന്നു സത്യത്തിൽ ആ ഒരു ചൈൽഡ്ഹുഡ് നിന്ന് ഓർത്തെടുക്കാവോ? എന്നെ കാണുന്നവരൊക്കെ ഫസ്റ്റ് വിചാരിക്കുന്ന കാര്യം എനിക്ക് ഭയങ്കര ജാടയാണ്, അപ്രോച്ചബിൾ അല്ല എന്നൊക്കെ തോന്നാറുണ്ട്. ഞാൻ ഈ സെമിനാറുകളൊക്കെ എടുത്തു കഴിയുമ്പോൾ ഒരു റീസെന്റ് ഒരു ക്ലയന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മയുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, വന്നപ്പോൾ ഉണ്ടല്ലോ മാം ഒരു പേടിയായിരുന്നു, ഇപ്പൊ എന്തോ ഒരു സമാധാനം, മാമിനോട് എന്തും ചോദിക്കാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് വരാറുണ്ട് എൻ്റെ സെമിനാറിന് ശേഷം. മാം ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ചോദ്യം ചോദിക്കണോ, പക്ഷെ ഇപ്പൊ ഞങ്ങള് വളരെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ചെറിയ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ വലുതായിക്കോട്ടെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നൽ മാത്രമാണ്, എന്നോട് സംസാരിച്ച് കഴിയുമ്പോൾ അതില്ല. ഓക്കെയാണ് അല്ലേ?